സ്ഥിതിയിൽ മദീനയിൽ വന്നു കഴിഞ്ഞാലുള്ള സിയാറത്ത് ഇവിടുത്തെ സർക്കാർ നമുക്ക് സൗജന്യമായി നൽകുന്നതായിരുന്നു. റമദാൻ പ്രമാണിച്ച് ശഅബാൻ 25 മുതൽ എല്ലാ യാത്രകളും സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ ബസ് അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും ആ സമയമായപ്പോൾ ഹജ്ജ് മന്ത്രാലയത്തിന്റെ ഓർഡറുണ്ട് സൗജന്യമായുള്ള ബസ് സർവീസ് നിർത്തലാക്കണമെന്നുള്ള. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ബസ് സർവീസ് നിർത്തലാക്കുകയും പിന്നീട് നമുക്കിവിടെ സർവീസ് ചെയ്യുന്ന ബഹുമാന്യനായ അബ്ദുൾ റഷീദ് സാഹിബ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കാശെടുത്തുകൊണ്ടാണ് ഈ ഒരു സിയാറത്തിന് ഉള്ള സൗകര്യം നമുക്ക് ചെയ്തു തന്നത്. 2 ബസ് ഏകദേശം നാട്ടിലെ 20,000 രൂപയോളം വരും ബസ്സിന്. അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇനി ആ സിയാറത്ത് നമുക്ക് മുടങ്ങിപ്പോവണ്ട എന്ന് വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കാശെടുത്തുകൊണ്ട് കൊച്ചിയിൽ നിന്ന് വന്ന ആളുകൾക്കും അതോടൊപ്പം ഇന്നലെ വന്ന ആളുകൾക്കും കൂടെ ഒരു ബസ്സും കോഴിക്കോട് നിന്ന് വന്ന നമുക്ക് മറ്റൊരു ബസ്സും, അങ്ങനെ 2 ബസ് സംവിധാനം അദ്ദേഹമാണ് ചെയ്തു തന്നിട്ടുള്ളത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പല ഗ്രൂപ്പുകളും സിയാറത്ത് കിട്ടാതെ വിഷമിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സിയാറത്ത് ഒരല്പം സമയം വൈകി എന്ന് മാത്രം. കാലത്ത് 7:30 മണിക്ക് പുറപ്പെടാൻ ഉദ്ദേശിച്ച യാത്രയായിരുന്നു. അത് ബസ്സില്ലാത്ത കാരണത്താൽ നിർത്തിവെക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ റിസ്കിൽ നമുക്ക് 2 ബസ് അനുവദിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദീനത്തുൽ മുനവ്വറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് മദീന നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം തന്നെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വുളൂവിന്റെ ശിഷ്ടജലത്തിന് വേണ്ടി തിരക്ക് കൂട്ടിയ സ്വഹാബാക്കളാണ് നമുക്ക് മുമ്പിലുള്ള മുൻഗാമികൾ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിയർപ്പ് കണങ്ങൾ കുപ്പിയിലെടുത്തു വെക്കാൻ തിടുക്കം കാട്ടിയ ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിന്റെ വേളയിൽ മുൻപല്ല് ഷഹീദായപ്പോൾ പ്രവാചകന് ഇല്ലാത്ത പല്ല് ഇനി എനിക്ക് ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് മുഴുവൻ പല്ലുകളും അടിച്ചു കൊഴിച്ച ഒരിക്കൽ പോലും പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത ഉവൈസുൽ ഖർനീനി പ്രവാചകന്റെ വഫാത്തിന്റെ വേളയിൽ പരിസരം മറന്നു ക്രുദ്ധനായ ഉമർ ബിൻ ഖത്താബ് ഈന്തപ്പന മടൽ പ്രവാചകന്റെ സ്പർശന വിനഷ്ടത്തിൽ വാവിട്ട് കരഞ്ഞ, അങ്ങനെ എണ്ണിത്തീർക്കാനാവാത്ത ഒരു പിടി നല്ലതും ഒരു പിടി നല്ല നല്ല മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ മണ്ണിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് മദീന എന്ന് പറയുമ്പോൾ തന്നെ ആ പദം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പട്ടണം എന്നാണ്. മദീന പോലെ അള്ളാഹുവിന്റെ പ്രവാചകന് പ്രിയങ്കരമായ മറ്റൊരു നാടുമില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ പറയുകയുണ്ടായി. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, എന്റെ ജീവിതത്തിൽ ഹിജറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു മദീനക്കാരനായി ജനിച്ചേനെ എന്ന്. ആലോചിച്ചു നോക്ക്, പ്രവാചകന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഹിജറ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു മദീനക്കാരനായിട്ടായിരുന്നു ജനിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ്, ലോകം മുഴുവൻ ഒരു തായ്വരയിലും മദീനക്കാര് മറ്റൊരു തായ്വരയിലും മാറി നിന്നാൽ ഞാൻ മദീനക്കാരുടെ പക്ഷം ചേർന്ന് നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച 2ാമത്തെ വചനം സ്വഹീഹുൽ ബുഖാരി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടകരമായ
അവിടുത്തെ ജീവിതത്തിൽ വല്ലാണ്ട് പ്രിയം വെച്ച ഒരു മണ്ണിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ എത്തി. മദീന കാണാൻ കൊതിക്കാത്ത ഒരാളും ലോകത്ത് ഒരു സത്യവിശ്വാസിയായിട്ടുണ്ടാവുകയില്ല. ഒരിക്കലെങ്കിലും ആ ഹബീബിന്റെ മണ്ണ് കാണണം. അത് ഓരോ വിശ്വാസിയുടെയും വലിയ അഭിലാഷമാണ്. പ്രവാചകർ നെഞ്ചേറ്റിയ ഭൂപ്രദേശം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണൽത്തരികൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബാക്കളുടെ ചുടുനിശ്വാസങ്ങൾ ഏറ്റവും തപ്തമായ ഒരു അന്തരീക്ഷം, അവർ നടന്ന വഴികൾ, അവർ വിശ്രമിച്ച ഇടങ്ങൾ, ഇതൊക്കെയാണ് മദീന നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. മദീനയിലെ ഓരോ തെരുവോരങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങിയ വഴികളാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ എല്ലാവരും കൂർക്കം വലിക്കുമ്പോൾ ഉമറിന്റെ ഭരണകാലത്ത് ഒരു പ്രജ പോലും പ്രയാസം അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് ഈ മദീനയുടെ ഓരോ മണൽത്തരിയിലൂടെയും നടന്നുപോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗോജ്വലമായ ഓർമ്മകളാണ് പരിശുദ്ധമാക്കപ്പെട്ട മദീനത്തുൽ മുനവ്വറ നമുക്ക് നൽകുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സിയാറത്ത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് മറ്റൊരു വഴിയിലൂടെ തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ പ്രധാനമായും നമ്മൾ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ ശ്രദ്ധേയമായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു സുപ്രധാനമായ ഏട് തന്നെ കടന്നുപോയ മസ്ജിദുൽ ഖുബ, പ്രവാചക ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഉഹുദ് യുദ്ധം നടന്ന ഉഹുദ് രണാങ്കണം, അതോടൊപ്പം ഖിബില മാറ്റം നടന്ന മസ്ജിദുൽ ഖിബിലത്തൈനി, അതുപോലെ തന്നെ ഖന്ദഖ് രണാങ്കണം ഉൾപ്പെടെയുള്ള സന്ദർശന കേന്ദ്രങ്ങളാണ് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ലഭിക്കുക. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ സിയാറത്തുകളൊക്കെ ഓരോ സമയവും മുൻകൂട്ടി ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നതാണ്. ബാക്കിയുള്ള സിയാറത്തുകളൊക്കെ നടന്ന് പോവേണ്ടതായത് കൊണ്ട് തന്നെ ആളുകൾക്കാർക്കും ഒരു പ്രയാസമില്ലാത്ത സമയം നോക്കി സന്തോഷത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നടന്നു കാണാം. ഇത് വാഹനം വിളിച്ച് തന്നെ പോവേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര നേരം കാത്തു നിന്നതും. ഈ വാഹനം രാവിലെ മറ്റൊരു സിയാറത്തിലായിരുന്നു. ആ സിയാറത്ത് കഴിഞ്ഞു അവർ തിരിച്ചു വന്നു, ഭക്ഷണം കഴിച്ച് ആ ടീമിനെ അവിടെ ഇറക്കിയതിന് ശേഷം പിന്നീടാണ് നമുക്ക് സമയം തന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത്ര നേരം വൈകിയത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ മദീനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യം നമ്മുടെ മനസ്സ് നിറയെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ആ ഹബീബിനെ നമ്മൾ എപ്പോഴും മനസ്സിലോർത്ത് മുത്തുനബിയുടെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അനവധി സ്വലാത്തുകൾ ചൊല്ലി വളരെ സന്തോഷത്തോടുകൂടെ മദീനയിലെ ഓരോ കേന്ദ്രങ്ങളും ഓരോ ചരിത്രങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വേണം നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ. നമ്മൾ സന്ദർശിക്കുന്ന പ്രദേശങ്ങളും നമ്മൾ സന്ദർശിക്കുന്ന പള്ളികളുടെയൊക്കെ സമ്പൂർണമായ വിവരണം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് വഴി വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എല്ലാ അതാത് സമയം അപ്ഡേഷനുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകും. ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയങ്ങളൊക്കെ അത് വായിച്ച് മനസ്സിലാക്കി നമ്മൾ സന്ദർശിച്ച നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഓർത്തെടുക്കുക. അല്ലാഹു തആല നമ്മുടെ യാത്രയിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ സഹായിച്ച നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലാഹു തആല അവർക്കൊക്കെ ഹലാലിൽ നിന്നും ഏറ്റിക്കൊടുക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കും ഈ പുണ്യഭൂമി വന്ന് കാണാൻ നമ്മളെപ്പോലെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്തിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടക്കുവാനും ഒക്കെ കാരുണ്യവാനായ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ഇറങ്ങിയതിന് ശേഷം ആ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞു തരും. അവിടെ പോവുക, 2 റക്അത്ത് നിസ്കരിക്കുക, ആ പള്ളിയൊന്ന് നോക്കിക്കാണുക. പ്രവാചകന്റെ നെറ്റിത്തടം പതിഞ്ഞ പള്ളിയാണ്. അള്ളാഹുവിന്റെ സ്വഹാബാക്കൾ മുത്തുനബിയോട് കൂടെ തോളോട് തോൾ ചേർന്ന് നിസ്കരിച്ച പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോയി ഒരു 2 റക്അത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച് അത് കഴിഞ്ഞാൽ അടുത്ത സന്ദർശന കേന്ദ്രത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഓരോ സന്ദർശനവും പൂർത്തിയാക്കി തിരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ഇറക്കും. രണ്ട് കിബിലകളുള്ള മസ്ജിദുൽ ഖിബ്ലത്തൈനി 2 കിബിലകളുള്ള പള്ളി കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് കിബില മാറ്റം ഉണ്ടായിട്ടുള്ളത്. നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിച്ച സ്ഥലം. അതിനുള്ളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടോ, ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഉണ്ടോ നോക്കണം. എപ്പോഴും അവനാൻ്റെ റൂമിലുള്ള ആളുകൾ ഒരുമിച്ച് തന്നെ പോകട്ടോ. ഒരേ റൂമിലത്തെ ആളുകൾ ഒരുമിച്ച് തന്നെ പോകും. എന്നാൽ പിന്നെ പ്രയാസം ഉണ്ടാവില്ല. വഴി കുറച്ച് കൂട്ടുന്ന ആൾക്കാർക്ക് പ്രയാസം വേണ്ട. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പറയും. 2 കിബിലയുള്ള പള്ളി. 2 കിബിലയുള്ള പള്ളി എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ അന്ന് മദീനക്കാരുടെ കിബില എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസാണ്. നബി തങ്ങൾ മദീനയിലെത്തിയ 18 മാസക്കാലം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകന് വലിയ ആഗ്രഹമായിരുന്നു കഅബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന്. പലപ്പോഴും നബി തങ്ങൾ കിബിലയൊന്ന് കഅബാലയത്തിലേക്ക് മാറ്റി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം.
അങ്ങനെ ഇരിക്കെ ബനു സലമ ഗോത്രത്തിൽപ്പെട്ട ഉമ്മുൽ ബിഷർ എന്ന് പറയുന്ന ഒരു സഹോദരി പ്രവാചകനെയും അനുചരന്മാരെയും ഇങ്ങോട്ട് ഒരു ഉച്ചഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രവാചകൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിക്കകത്ത് വന്ന് നിബിതങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ളുഹർ നിസ്കാരം ഒരു ഷഅബാൻ മാസം 15-നാണ്. ഷഅബാൻ മാസം 15-ന് കിബില മാറ്റം നടന്നത് നമ്മളൊക്കെ ബറാഅത്തിൻ്റെ ദിവസം എന്ന് പറയുന്ന ഷഅബാൻ 15-നാണ്. അത് നല്ല ജനങ്ങളാണ്. കഴിഞ്ഞ ഷഅബാൻ 15-ന് ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ നല്ല ജനങ്ങളാണെന്നിവിടെ. കിബില മാറ്റം നടന്ന ദിവസം അന്നായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ വന്ന് ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ സൂറത്തുൽ ബഖറയിലെ 98-ാമത്തെ ആയത്തിറക്കുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. നബിയെ, അങ്ങയുടെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. ആ ആയത്ത് കേൾക്കേണ്ട താമസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരം പൂർത്തീകരിക്കാൻ പോലും നിന്നില്ല. നേരെ നിബിതങ്ങൾ തിരിഞ്ഞു നിന്നു. ഒരേ നിസ്കാരം 2 കിബില, 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവസാനത്തെ 2 റക്അത്ത് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്കും തിരിഞ്ഞ് നിസ്കരിച്ചതുകൊണ്ട് ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ കിബിലത്തൈനി എന്ന് പറയും.